സിറ്റിയിലെ ജനങ്ങളുടെ അറിയിപ്പിനായി ഇന്ന് ഉച്ചക്ക് 2 മണിക്ക് ഇവിടെ ആയിട്ടൊരു റേസ് നടക്കുന്നുണ്ട്. റേസ് നടത്തുന്നത് നമ്മുടെ സ്വന്തം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ റേസിൽ ജയിക്കുന്നവർക്ക് അതിൻ്റെ അമ്മ പറഞ്ഞില്ല 10 കോടി രൂപ സമ്മാനം, സെക്കൻഡ് അടിക്കുന്നവർക്ക് 1 കോടി രൂപയാണ് സമ്മാനം. അപ്പോൾ റേസിൽ താല്പര്യമുള്ളവർക്കൊക്കെ 2 മണിക്ക് മുമ്പ് വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പേര് കൊടുക്കാവുന്നതാണ്. പേരെടുക്കുന്നവർക്ക് സൂപ്പർ കാർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കണം. റേസാ? അത് കൊള്ളായിരിക്കുമല്ല. എന്നാൽ ഞാനും പോയി ആ റേസിൽ പങ്കെടുക്കാം. ഫസ്റ്റ് അടിച്ചവർക്ക് 10 കോടി രൂപയല്ലേ സമ്മാനം. ഈ പോലീസുകാർക്ക് ഇത്ര റിച്ചായിരുന്നു. പക്ഷേ അവർ എച്ചിത്തരം കാണിച്ചപ്പോൾ ഞാനോർത്ത് അവർ വെച്ചുകളായിരിക്കുമെന്ന്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആ റേസിലങ്ങാ പോയി പങ്കെടുത്തേക്കാം. അങ്ങോട്ട് അപ്പുറത്താണ്. സാറേ, അത് ഞാനിത് പാർട്ടിസിപ്പേറ്റ് ചെയ്തോട്ടെ പോലീസ് സ്റ്റേഷനിൽ? പാർട്ടിസിപ്പേറ്റ് ചെയ്തോട്ടെ, പോയി പേര് കൊടുത്തോ. ഓക്കെ സാറേ, ഓക്കെ, പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സാറേ, എനിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അറിഞ്ഞതിൽ എന്നാൽ താൻ ഒപ്പിട്ടിട്ട് ഒരു 30,000 രൂപ കണ്ടിട്ട് താൻ പൊക്കോ. 30,000 രൂപ? അത് കുറച്ച് കൂടുതലേ. എടാ, അത് കഴിയുമ്പോൾ 10 കോടിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് 30,000 രൂപ കണ്ടിട്ട് പൊക്കോ, പൊക്കോ. ഓക്കെ സാർ, എന്നാൽ 30,000. അങ്ങനെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഉച്ചക്ക് 2 മണിയാകുമ്പോൾ പോയാൽ മതി. ഇനി ചോറ് തിന്നിട്ട് കുറച്ച് നേരം TV കണ്ടിരിക്കാം, എന്നിട്ട് പോവാം. ഓക്കെ, ഞാനൊരു വണ്ടി റെൻ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് 2 മണിയായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയേക്കാം. ഓക്കെ, ഇവിടെ റേസൊക്കെ തുടങ്ങി. ഇവിടെ റേസൊക്കെ തുടങ്ങി. നമുക്കും പോയി നൈസായിട്ട് ഇവിടെ അങ്ങായിരിക്കാം. ഇവിടെ വർക്ക് ചെയ്യും. സോറി ചേട്ടാ, അവിടെ നോക്കണം. സോറി ചേട്ടാ. താൻ എല്ലാരും ഇടിച്ചിടുകയാണോ? സോറി ചേച്ചി, ഞാൻ എന്താ റേസ്. അയ്യോ, എല്ലാവരും പോണേ, ഞാൻ പോട്ടെ, എനിക്ക് ഫസ്റ്റ് അടിക്കണം. അയ്യോ, ഈ വണ്ടിക്കൊരു കൺട്രോളില്ല പുല്ല്. തെങ്ങാടാണ് ഈ വണ്ടി പോണത്. ദേവണേ, അയ്യോ ഇടിച്ച്. കുഴപ്പമില്ല, വണ്ടിക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. എല്ലാവരും മുന്നിൽ പോകണം. നമ്മൾ 10ാം പൊസിഷനിലാണല്ലോ നിൽക്കുന്നത്. 11ആണ്. നമുക്ക് എല്ലാവരും പറ്റിക്കണം. പിന്നെ 5ാം പൊസിഷനിലാണ് നിൽക്കുന്നത്. 4ാം പൊസിഷനിൽ, 3ാം പൊസിഷനിൽ, അല്ല 5ാം പൊസിഷനിൽ, 4ാം പൊസിഷനിൽ. ഇറാം ചാടണ്ട, ഇറാം എനിക്ക് വേണ്ട. ഇറാം പെറുക്കിന് അങ്ങാടാ പോണത്. അതിന് പേര് ഇവിടെ നിന്ന് വേണ്ട, അവരൊക്കെ അങ്ങാട് പോണ്. അപ്പം നമുക്ക് വീഴുവാം. അതിന് മുമ്പ് ചാനൽ ചേർന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ. പിന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തന്നേക്കെ, എന്നാലേ നമുക്ക് ഇതേപോലത്തുള്ള വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ പൊസിഷൻ 2ലാണ് നിൽക്കണത്. നമ്മുടെ മുമ്പുള്ള ആളെ വെട്ടി കഴിഞ്ഞാൽ നമ്മൾ പൊസിഷൻ 1ലാണ് നിൽക്കണത്. നമ്മൾ അയാളെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കയറി പോകണം. നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് കയറി പോവുക. അല്ല അവനൊന്നും റേസില്ലേ. എന്നാങ്കിലും ചേട്ടാ, അങ്ങാടല്ലേ ഇങ്ങാട്. ഈ വണ്ടി എന്തൊരു വണ്ടിയാണ്. എനിക്കാണെങ്കിൽ റേസിംഗ് കാർ ഓടിച്ച് ശീലമില്ല. ഇപ്പം നമ്മൾ പൊസിഷൻ 1ലാണ് നിൽക്കണം. ഇനി കത്തിച്ചങ്ങ് ഇട്ടേക്കാം. പക്ഷെ വണ്ടി ബൂസ്റ്ററുള്ള വണ്ടിക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് റെൻറ്റ്. അതുകൊണ്ട് ഞാൻ റെൻറ്റ് കുറഞ്ഞ വണ്ടി നോക്കി എടുത്തത്. അതുകൊണ്ട് ബൂസ്റ്ററാണ്, പക്ഷേ അതിൻ്റെ സ്പീഡുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് സൂപ്പർ കാറാണേ, അതുകൊണ്ട് ബൂസ്റ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ പൊസിഷൻ 1 തന്നെ നിൽക്കും. നമ്മുടെ വീടിൻ്റെ കറക്റ്റ് ഫ്രണ്ടിലാണ് നമ്മൾ തുടങ്ങിയതും അവസാനിക്കേണ്ടതും. ഇതിങ്ങാടാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് പിന്നെ വീടിനെ പറ്റി അടിച്ചു പൊട്ടിച്ചാലും കുഴപ്പമില്ല, പോലീസുകാരെല്ലാം ചിലവ് നോക്കിക്കോളും. ഇടിച്ച് ചേച്ചി ഇവിടെ. അപ്പോൾ പോലീസുകാർക്ക് ഇതൊക്കെ വെച്ചല്ലേ. ഓക്കെ, നമ്മളതാ 10 കോടി എനിക്ക്. 10 കോടി. യെസ്, 10 കോടി എനിക്കടാ. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവർക്കും പുതിയ വീടായിട്ടാണ് എല്ലാവർക്കും